ആറന്മുള ആംബുലൻസ് പീഡനം കോടതിയിലെത്തിയപ്പോൾ ഏവരെയും ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു കോടതിയിൽ സംഭവിച്ചത്. രാജ്യത്ത് ആദ്യമായി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം വീഡിയോയിൽ പകർത്താൻ ഹൈക്കോടതി ഉത്തരവിട്ട കേസായിരുന്നു ഇത്. ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളാണ് അതിജീവിത. കേസിൽ പ്രതിയായ കായംകുളം സ്വദേശിയായ നൌഫലിനെ ഇന്നലെയാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ജഡ്ജി എൻ ഹരികുമാർ ജീവപര്യന്തവും 16 വർഷം കഠിന തടവുമാണ് ശിക്ഷ വിധിച്ചത്. 2,12,000 രൂപ പിഴയടയ്ക്കാനും വിധിച്ചിട്ടുണ്ട്. ഇതിൽ 2 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 16 മാസത്തെ അധിക കഠിന തടവ് കൂടി അനുഭവിക്കണം. ദേഹോപദ്രവം ഏൽപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലാത്സംഗം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് പ്രതി. ആർത്തവ കാലഘട്ടത്തിലായിരുന്നു യുവതിയെ വായ് പൊത്തിപ്പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടി ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കൂടാതെ കവിളിൽ അടിക്കുകയും വയറ്റത്ത് ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ താഴെ വീണ യുവതിയുടെ ഇടത് കാൽമുട്ടിന് പരിക്ക് പറ്റുകയും ചെയ്തു. ശേഷം പ്രതി അവശനിലയിലായ യുവതിയെ പന്തളം അർച്ചന ആശുപത്രിക്ക് മുന്നിൽ ഇറക്കുകയും അടൂരേക്ക് യുവാവ് കടന്നു കളയുകയും ചെയ്തു.